ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിൽ വരുന്ന 4ാമത്തെ പാഠഭാഗമാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ചില പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അതായത് മുമ്പ് ഞാൻ ചെയ്ത പല SCERT ക്ലാസ്സുകളിലും ആദ്യം ആ ഒരു ചാപ്റ്റർ ഫുൾ പഠിപ്പിക്കും, അതിനുശേഷമാണ് പലതിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലും ആഡ് ചെയ്തിട്ടില്ല. നല്ലോണം ക്വസ്റ്റ്യൻസ് വരാറുള്ള ചാപ്റ്റേഴ്സിലാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്, അതിനുശേഷമാണ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അതായത് ആദ്യം ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ട് ചാപ്റ്റർ പഠിപ്പിച്ച് തുടങ്ങുന്നതാണോ, നേരെ തിരിച്ച് ചാപ്റ്റർ പഠിപ്പിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നതാണോ എന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 നടന്ന LGS ലെവലുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ പാഠത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു പേരാണ്. ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, WC ബാനർജി ആണ്. ആരാണ്? WC ബാനർജി ആണ്. എന്നാൽ ഈ ഒരു INCയുടെ സമ്മേളനം നടത്താൻ അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് AO ഹ്യൂം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. ഇതും ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ധാക്കയിൽ വെച്ചിട്ടാണ്. കണ്ടോ, ഇവിടെ ഞാൻ ആ പാഠത്തിന്റെ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. കണ്ടോ, 1906 ധാക്കയിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടാണ് സർവേന്ത്യ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെന്ന് ഓർത്ത് അത്ര കാര്യമായിട്ട് പഠിച്ചു പോവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. SCERTയിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അടുത്തത് 1905 ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി ആരാണ്? ഈ സെയിം പാഠത്തിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണേ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വൈസ്രോയിയായ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ 2ആയി വിഭജിച്ചു. അപ്പോ ആരാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, കഴ്സൺ പ്രഭു ആണ് ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം? അതും ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെയാണത്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അപ്പൊ ഈ 3 പേര് കൊണ്ടോ നോക്കിക്കൊള്ളുക. ആരൊക്കെ? അതെ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. ഈ തന്നിട്ടുള്ളതിൽ ഇവർ രണ്ടും ഉള്ളു അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 3ഉം. അതായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റോയ് ആണ്. 2021 മുതൽ ഇങ്ങോട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? അത് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിവേകാനന്ദനാണ്. ഇതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നതാണ്. ഞാൻ ഇനി ഓരോന്നും എടുത്തെടുത്ത് കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് ആഡ് ചെയ്ത് പോകുന്നില്ല. എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്തുള്ളതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം എന്താണ് ഈ ഒരു ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ടും മനസ്സിലാവും കേട്ടോ. അപ്പൊ സ്വാമി വിവേകാനന്ദനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതില് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് രാമകൃഷ്ണ മിഷൻ എന്താണ്? വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ്. ഇനി അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഇത്
ഈ ഒരു ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല കേട്ടോ. വേറെ നമ്മുടെ NCERT പാഠഭാഗത്തിലുണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് ഈ പണ്ഡിത രാമാഭായിനെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശാരദാ സദനാണ്. അപ്പൊ പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം, വിധവകൾക്ക് വേണ്ടിയിട്ട്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാനായി സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? അത് ശാരദാ സദനാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പണ്ഡിത രമാഭായി ആണ്. ഇവിടെ നോക്കിക്കോളുക, കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് NCERT-യിൽ. ആര്യ മഹിളാ സഭ ആരാണ്? പണ്ഡിത രമാഭായി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന്. നമ്മളിപ്പം വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് പോകും. ഈ ഒരു ചാപ്റ്റർ മൊത്തം നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം നോക്കിക്കോളൂ, ഇവിടെ തൊട്ട് നോക്കുക. രാജാറാം മോഹൻ റോയിയെ പറ്റി കൊടുത്തിട്ടുണ്ട്, പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ളതാണ് അല്ലേ. നോക്കിക്കൊള്ളുക, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്, രാജാറാം മോഹൻ റോയ് ഏതൊക്കെ അനാചാരങ്ങളെയാണ് എതിർത്തത്? സതിയെ എതിർത്തു, ശൈശവ വിവാഹത്തെ എതിർത്തു. ഇനി ആരായിരുന്നു സതി നിരോധിച്ച ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വില്യം ബെൻഡിക് പ്രഭു ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഇങ്ങനെ നിരോധിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റുകൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നോട്ട് എഴുതുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, രാജാറാം മോഹൻ റോയ് ഏത് അനാചാരങ്ങൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്? സതി, ശൈശവ വിവാഹം പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ഇനി ആരാണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഒരു രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. അപ്പോൾ അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ബ്രഹ്മസമാജമാണ്. അടുത്തത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെക്കേണ്ടതാണ്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ആര്? ഈ രാജാറാം മോഹൻ റോയ്. പിന്നെ അതേപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് PYQ ആണ്. 2021 മുതലുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ പോയിന്റ് ആണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടിയല്ലോ അല്ലേ. അടുത്ത നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയിലേക്ക് പോവാം. നോക്കിക്കൊള്ളുക, ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ഇദ്ദേഹം ജാതി വ്യവസ്ഥയെയും എതിർത്തു, അതേപോലെ എന്തായിരുന്നു? വിഗ്രഹം വെച്ചിട്ടുള്ള ആരാധന നടത്തുമല്ലോ, അപ്പോൾ ആ വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്നോർത്ത് വെച്ചേക്കാം. ഈ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ആര്യ സമാജം രൂപീകരിച്ച വ്യക്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ബ്രഹ്മസമാജം ആരാ? അത് നമ്മളിപ്പോൾ പറഞ്ഞു, രാജാറാം മോഹൻ റോയ് ആണ്.
മോഹൻ റോയ് ആണ്. അടുത്തത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപ്പോൾ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങളെ നമ്മുടെ SCERT-യിൽ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ്, ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്തു. പിന്നെയോ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. രാജാറാം മോഹൻ റോയ് ആണെങ്കിലോ സതി, ശൈശവ വിവാഹം എന്നിങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തതാണ് ജ്യോതിറാവു ഫൂലെ. ഇതിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ SCERT-ൽ കൊടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന എക്സാംസിലും തെറ്റായ ജോഡി ഏത്, ശരിയായ ജോഡി ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിക്കൊള്ളുക. അടുത്തത് ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ ജാതി വ്യവസ്ഥയെ എതിർത്തു. പിന്നെ അടുത്ത പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ് എന്താണ്? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു നവോത്ഥാന പരിഷ്കർത്താവാണ് ആര്? ജ്യോതിറാവു ഫുലെ എന്ന് പറയും. ഇനി 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, ഒന്ന്, ജ്യോതിറാവു ഫുലെ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ്. പിന്നെയോ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ആ ഏജ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച സംഘടന ഏതാണ്? സത്യശോധക് സമാജാണ്. സോ സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെയാണ്. പിന്നെ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ബ്രഹ്മസമാജമാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അടുത്തതാണ് പണ്ഡിത രമാഭായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച രമാഭായ് സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. അപ്പം ഇവിടെ ഈ പണ്ഡിത രമാഭായ് എന്താണ്? വിധവകളുടെ ഉന്നമനത്തിനും അതേപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ജ്യോതിറാവു ഫുലെയുടെ അവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ പണ്ഡിത രമാഭായ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു. അടുത്തതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. അടുത്ത് വെച്ചേക്കുക, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇതിൻ്റെ മുമ്പത്തെ പേരോ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നാണ്. ഓക്കെ, അടുത്തത് ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പോൾ ഈ ഒരു വാക്കുകൾ തന്നിട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ള രീതി ചോദിക്കാം. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തു ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഓക്കെ അല്ലേ? അടുത്തത് സ്വാമി വിവേകാനന്ദനിലേക്ക് വരാം. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്താണ്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും
ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. സോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ എന്താണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. സോ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആയിരുന്നു. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പങ്കുവഹിച്ചു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വിവേകാനന്ദനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നവോത്ഥാന നായകന്മാരാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇവർ സ്ഥാപിച്ച സംഘടനകളാണ്. രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ ഏതാണ് നമ്മൾ പറഞ്ഞു? ബ്രഹ്മസമാജാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ഏതാ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആര്യ സമാജമാണ്. പിന്നെ അടുത്തത് ജ്യോതിറാവ് ഫൂലെ ഏതാണ് സ്ഥാപിച്ചത്? സത്യശോധക് സമാജാണ്. ഇനി പണ്ഡിത രാമാഭായി ആണെങ്കിൽ ആര്യ മഹിളാ സഭ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണെങ്കിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. പിന്നീട് അത് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്നാണ് അറിയപ്പെടുന്നത്. സ്വാമി വിവേകാനന്ദനാണെങ്കിൽ രാമകൃഷ്ണ മിഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ദേശീയ ബോധം വളരുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവേ. നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് മുൻ അധ്യായങ്ങളിൽ നാം മനസ്സിലാക്കിയല്ലോ. അവ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ജസ്റ്റ് ആ സാഹചര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു പോകാം, ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിൻ കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. പിന്നെയോ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയിൽ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു വിടാം, ഒന്ന് കേട്ടിരുന്നാൽ മതി. എവിടെയെങ്കിലും ഇതിൽ നിന്നൊരു ഭാഗം ചോദിച്ചാൽ ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാത്തിലുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ, അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിലുള്ള ജനമാണ് ഭാരതമാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ ഉള്ളതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നിട്ട് ആരാണ് ഇതിൽ എന്താണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ബങ്കിങ് ചന്ദ്ര ചാറ്റർജി ഉണ്ട്, രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്, മുഹമ്മദ് ഇക്ബാൽ ഉണ്ട്, ലക്ഷ്മിനാഥ് ബെസ്ബറുവയുണ്ട്, അൽതാഫ് ഹുസൈൻ ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? 5 പേരാണ്. ബങ്കിങ് ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ഓക്കെ, അടുത്തത് നോക്കാം. സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. അതാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക
ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. അങ്ങനെയാണ് നമ്മുടെ INCയുടെ ഫോർമേഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതായത് 1885 ഡിസംബർ 28, ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1885 ഡിസംബർ 28. നോക്കിക്കേ, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരിക്കുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ, ആരുടെയാണ്? WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ INC ഫോം ചെയ്ത ഡേറ്റാണ് ആ പറഞ്ഞിരിക്കുന്നത്, 1885 ഡിസംബർ 28. എത്ര പേരുണ്ടായിരുന്നു ആദ്യ സമ്മേളനത്തിൽ? 72. ആദ്യ സമ്മേളനമല്ല, ആദ്യ ഫോം ചെയ്ത സമയത്ത് എത്ര പേരുണ്ടായിരുന്നു? 72 പേരുണ്ടായിരുന്നു. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? WC ബാനർജിയുടെ അധ്യക്ഷതയിലായിരുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്ത വ്യക്തി A.O. ഹ്യൂമാണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കൊള്ളുക. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് WC ബാനർജി പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. സോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? WC ബാനർജി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ലക്ഷ്യമേത്, ലക്ഷ്യമല്ലാത്തതേത് എന്നുള്ള രീതിയിൽ. ഒന്നാണ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. രണ്ടാമത്തതോ, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. പിന്നെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നോക്കിക്കൊള്ളുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. അപ്പോൾ ഈ ഒരു INCയുടെ ഫോർമേഷനോട് കൂടി പിന്നെന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. അതായത് ചെറിയ ചെറിയ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് അങ്ങും ഇങ്ങും ഒക്കെ നടക്കാതെ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു സംഘടിത സ്വഭാവം നമ്മുടെ സമരത്തിലൊക്കെ വന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. അപ്പോൾ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ്? സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എത്ര ഘട്ടങ്ങളാക്കാം? 3 ഘട്ടങ്ങളാക്കാം. ഏതൊക്കെയാണത്? 1, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. 2, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. 3, ഗാന്ധിയൻ കാലഘട്ടം. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിയൻ കാലഘട്ടം നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ഈ മിതവാദ ദേശീയതയുടെ കാലഘട്ടവും തീവ്ര ദേശീയതയുടെ കാലഘട്ടവും ഇത് ആരൊക്കെയായിരുന്നു ഇത് നയിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ആ കാലഘട്ടം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1885 മുതൽ 1905 വരെ മിതവാദ കാലഘട്ടമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അപ്പൊ ആദ്യകാല നേതാക്കൾ എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു ആരാണ്? ദാദാഭായ് നവറോജി. നമ്മുടെ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചോർച്ചാ സിദ്ധാന്തമൊക്കെ ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പിന്നെയോ ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയബ്ചി, ഫിറോസ് ഷാ മേത്ത. ഓക്കെ, അപ്പോൾ ആരൊക്കെയായിരുന്നു മിതവാദ ദേശീയതയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് ആരൊക്കെയായിരുന്നു അതിന്റെ നേതാക്കള്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയബ്ചി, ഫിറോസ് ഷാ മേത്ത. ഇത് തന്നിട്ട് ഈ ഒരു മിതവാദ ദേശീയതയുടെ നേതാക്കൾ ആര്, അല്ലാത്തവരാര് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ.
ഇനി അപ്പൊ അത് നമ്മൾ പറഞ്ഞു, കാലഘട്ടവും പറഞ്ഞു, പ്രമുഖ നേതാക്കളെ പറ്റി പറഞ്ഞു. ഇനി നോക്കിക്കോളുക, പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ ആ ഒരു ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയബ്ജി, ഫിറോസ് ഷാ മെഹ്തയുടെ ഒക്കെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത നോക്കാം, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് ഇവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ ഇന്ത്യ ദരിദ്രമായതിനെ പറ്റി പഠിച്ചവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലുള്ളവരായിരുന്നു, ഏത് ദേശീയതയുടെ കാലഘട്ടത്തിലുള്ളവരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലുള്ളവരായിരുന്നു. ഇനി നോക്കിക്കേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തം എന്താ? ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യയുടെ സമ്പത്ത് എന്താണ്? ഇംഗ്ലണ്ടിലേക്ക് പല രീതിയിൽ ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പല രീതിയിൽ ചോർത്തിക്കൊണ്ട് പോകുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചോർച്ചാ സിദ്ധാന്തം ആരുടെയാണെന്ന് അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബംഗാൾ വിഭജനമാണ്. അപ്പൊ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ, ബംഗാൾ വിഭജനം നടന്ന വർഷം ചോദിക്കാറുണ്ട്, ഇത് നിലവിൽ വന്ന സമയത്ത് വൈസ്രോയി ആര് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. നോക്കാം, ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഏത് പ്രദേശം കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്? ഏത് പ്രദേശമാണ്? ബംഗാളാണ്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അപ്പോ ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെയാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം മുന്നോട്ട് വെച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയി ആയ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. സോ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? എപ്പോഴും ചോദിക്കാറുണ്ട്, കഴ്സൺ പ്രഭുവാണ്. 1905 ഡേറ്റ്, ഇയർ 1905. ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണേ. ഇനി അടുത്ത് നോക്കിക്കൊള്ളുക, ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അപ്പോ ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയ വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇനി ബംഗാൾ ജ്വലിക്കുന്നു. കണ്ടോ, വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി അവർ പ്രതികരിച്ചത് നോക്കാം. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അപ്പൊ ഇത്തരത്തിലൊക്കെ എന്താണ് ഈ ഒരു ബംഗാളിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് പ്രതികരിച്ചു. ഇനി നോക്കിക്കൊള്ളുക, പഞ്ചസാരയ്ക്കും വിലക്ക്.
വിലക്ക്. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ഏത് സമരവുമായിട്ട് അല്ലെങ്കിൽ ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ ഏതാണ്? ബംഗാൾ വിഭജനമാണെന്ന് ഓർക്കുക. അതിൻ്റെ അകത്ത് പല ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ എന്താ പറയാ, നിസ്സഹകരണ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ആര്? ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നോക്കിക്കോളൂ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. അപ്പൊ അതിനെ നമ്മൾ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്ന് പറയും. എന്താ പറയുന്നത്? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്ന് പറയും. അപ്പൊ എന്താണ് ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിലുള്ളത്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്. ഓക്കെ, അപ്പം ഇതെന്തായിരുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. തീവ്ര ദേശീയവാദികളായിരുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. ഈ റീസെന്റ് ആയിട്ട് നടന്ന 2024 നടന്ന ഒരു പരീക്ഷയിൽ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണ് എന്ന് വിളിക്കപ്പെടുന്നത് ബാലഗംഗാധര തിലകിനെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അപ്പോ ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയുണ്ട്? മറാത്തയുണ്ട്, കേസരിയുണ്ട്. മറാത്തയുണ്ട്, കേസരിയുണ്ട്. ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. മറാത്ത, കേസരി പോലെയുള്ള പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇനി തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലുള്ള നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലാലാ ലജ്പത് റായ്, പിന്നെയോ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി കണ്ടോ, മിതവാദി ദേശീയ നേതാക്കന്മാരും തീവ്ര ദേശീയ നേതാക്കന്മാരും. നമ്മളിപ്പം നേതാക്കന്മാരെ പഠിച്ചു കഴിഞ്ഞു. അതൊരു കോളത്തിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കാം, സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ എന്താണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ദാൽക്കയിൽ ആഘാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. ആരൊക്കെ ചേർന്നിട്ടാണ്? ധാക്കയിൽ വെച്ച് ആഘാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ഏത്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. അടുത്ത നോക്കാം, സൂറത്ത് പിളപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ സൂറത്ത് പിളപ്പ് എന്താണ്? അതായത് ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ്? ഈ ഒരു ദേശീയ പ്രക്ഷോഭം വളരെയേറെ ശക്തിപ്പെട്ടു വന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ INC-യിൽ മിതവാദികൾ അങ്ങനെ ഒരു ഗ്രൂപ്പും ഉണ്ടായി. എന്തായി? തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും നമ്മൾ കണ്ടു അല്ലെ. മിതവാദികളും ഉണ്ട്, അതേപോലെ എന്താണ്? തീവ്ര ദേശീയവാദികളും ഉണ്ട്. ഇവർ തമ്മിലുള്ള അഭിപ്രായം വർദ്ധിച്ചു. അങ്ങനെ 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? 2 പിളർന്നു. അപ്പൊ അതാണ്
സൂറത്ത് പിളർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്നാണ് നടന്നത്? 1907 1907. ഓക്കെ അല്ലെ? അടുത്തതാണ് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. സോ ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആണ്. ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആണ്. ഓക്കെ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത 1916 ഹോം റൂൾ ആരംഭിച്ചു. ഇതാരാണ്? ആനി ബെസന്റ് ആണ്. അപ്പൊ PSCയുടെ പുതിയ ചോദ്യ രീതിയൊക്കെ അനുസരിച്ച് ഇങ്ങനെയും പറയാം, അതായത് ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് തരും. ഇപ്പോ എന്താണ്? 1916 ഹോം റൂൾ ആരംഭിച്ചു. പിന്നെന്താണ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഒരു ഐറിഷ് വനിതയാണിത്. ആരാണിത്? ആനി ബെസന്റ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തതാണ് ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. എന്നാണ്? 1916 INCയുടെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു? 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും ഇവർ തീരുമാനിച്ചു. അപ്പൊ സൂറത്ത് പിളർപ്പ് നടന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പോൾ അത് ഓർത്ത് വെച്ചേക്ക. ഡേറ്റ് 1907. ദെൻ 1916 എന്താണ്? ലക്നൌവിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ ഈ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ വീണ്ടും തീരുമാനിക്കുകയുണ്ടായി. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.